It was down the dirt he brought me, still in the trunk of his car. എന്റെ സഹപ്രവർത്തകരെ ഞാൻ ഏൽപ്പിച്ച ജോലി അവരെല്ലാം ആത്മാർത്ഥമായി കൃത്യമായി ചെയ്തതിന്റെ ഒരു ഫലമാണ് കാണുന്നത്. മങ്കട ഉപജില്ല കലോത്സവത്തിൽ തുടർച്ചയായി 3ാം കിരീടം ചൂടിയാണ് ഈ കുട്ടികൾ പരിയാപുരം സെന്റ് മേരീസിന്റെ അഭിമാനങ്ങളായി മാറിയിരിക്കുന്നത്. അവരെ പ്രതിഭകളാക്കി മാറ്റുന്നതിൽ അവരോടൊപ്പം എപ്പോഴും പിന്നിലുണ്ട്, മുന്നിലുണ്ട്, അവരോടൊപ്പം ചേർത്ത് പിടിച്ച് ഒപ്പമുണ്ട് ഈ അധ്യാപകര്, അതുകൂടാതെ PTA ഭാരവാഹികള്. മനോജ് മാഷാണ് ശരിക്കും ഈ പിള്ളേർക്ക് എപ്പോഴും പ്രചോദനം കൊടുത്ത് അവരെ എന്താ പറയാ, നിങ്ങൾ ഉയരങ്ങളിൽ എത്തണമെന്ന് പറഞ്ഞ് അവരോടൊപ്പം ഉള്ളതെന്ന് ഞാൻ പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ കലോത്സവത്തിന്റെ കൺവീനർ ആയിരുന്നു സ്വപ്ന ടീച്ചർ അല്ലെ, പിന്നെ HM നമ്മോടൊപ്പം ഉണ്ട്. ഏതായാലും പരിയാപുരം സ്കൂൾ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഇവിടെയുള്ള കുട്ടികൾക്ക് എന്താണ് ആവശ്യം, അവരുടെ പ്രതിഭ തിരിച്ചറിഞ്ഞ് അവർക്ക് കലാ മത്സരങ്ങളിലാണോ കായിക മേഖലയിലാണോ ഏത് മേഖലയിലാണെങ്കിലും അവരെ ഉയരങ്ങളിലെത്തിക്കാൻ ഏറ്റവും മികച്ച അധ്യാപകരുണ്ട്, സ്നേഹസമ്പന്നരായ അധ്യാപകരുണ്ട്. അത് തന്നെയാണ് കുട്ടികളെ നിങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഏതായാലും മനോജ് മാഷ് നമ്മോടൊപ്പം ഉണ്ട്. മാഷെ, ഈ പരിയാപുരം സ്കൂൾ തുടർച്ചയായി 3ാം കിരീടം ചൂടിയാണ് വന്നിരിക്കുന്നത്. എന്ത് പറയുന്നു ഈ കുട്ടികളുടെ ഈ എന്താ പറയാ, ഇവരെ കുറിച്ച് എനിക്ക് പറഞ്ഞ് മുഴുമിപ്പിക്കാൻ പറ്റുന്നില്ല, അത്രയും പ്രതിഭയുള്ള കുട്ടികൾ. എന്ത് പറയുന്നു മാഷ്? ഞങ്ങൾ എല്ലാവരും വലിയ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ്. മങ്കട ഉപജില്ല കലോത്സവ കിരീടം, അത് ഹാട്രിക് കിരീടമായിട്ട് പരിയാപുരം സെന്റ് മേരീസ് സ്കൂള് കൊണ്ടുവന്നിരിക്കുകയാണ്. മാത്രമല്ല, മങ്കട ഉപജില്ല കായികമേളയിൽ തുടർച്ചയായി 10ാം വർഷമാണ് നമ്മൾ കിരീടം നേടുന്നത്. ശാസ്ത്രമേള കഴിഞ്ഞു, ശാസ്ത്രമേളയിൽ എല്ലാ വിഭാഗങ്ങളിലും കിരീടം പരിയാപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ മാനേജ്മെന്റ് എല്ലാവരും കൂടെയുള്ള ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ്. ഞാനെന്നോ നീയെന്നോ നോക്കാതെ. ഇപ്പൊ സ്വപ്ന ടീച്ചറാണ് ഈ കലാമേളയുടെ ഞങ്ങളുടെ സ്കൂൾ തല കൺവീനർ. ഞങ്ങളുടെ HM ബിജു സാറുണ്ട്, സാജു ജോർജ് ഞങ്ങളുടെ PTA പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് റഷീദ് ഉണ്ട്, അതുപോലെ എല്ലാ അധ്യാപകരും. അത് പല വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകർ നമുക്കറിയാമല്ലോ. പക്ഷെ എല്ലാവരും കലാമേള വന്നാൽ എല്ലാവരും കലാമേളയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ട്. കായികമേള വന്നാൽ സിബിസാറ് മാത്രമല്ല, എല്ലാ കായിക അധ്യാപകർ, അത് ഗെയിംസിന്റെ അടക്കം ഞങ്ങൾ ചാർജ് ബിജു സാർ ഈ വർഷം കൊടുത്തിരിക്കുകയാണ്. ഓരോ ഗെയിംസ് ഓരോ അധ്യാപകർക്ക്. ഇപ്പൊ ഏബലിന്റെ വിജയം, അവന് ശാരീരികമായി വൈകല്യം ഉണ്ടെങ്കിലും അവന്റെ മികവുകൾ പഠനത്തിലാവട്ടെ കവിത എഴുതുന്നതിലാവട്ടെ, ഇത്തവണ മങ്കട ഉപജില്ല കലോത്സവത്തിൽ ഇംഗ്ലീഷ് ഉപന്യാസ രചനയിൽ 22 കുട്ടികളുമായിട്ട് മത്സരിച്ച് 2ാം സ്ഥാനം നേടിയ മിടുക്കനാണ് ഏബൽ. ഒരുപക്ഷെ എന്റെ 22 കുട്ടികളോടൊപ്പം മത്സരിച്ച് 2ാം സ്ഥാനം നേടിയല്ലേ ഏബലെ? ഇതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും മാഷെ, ഈ ഏബലിനെ പോലെ തന്നെ ഇതുപോലെ ഉള്ള മറ്റു കുട്ടികൾക്കൊക്കെയുള്ള പ്രോത്സാഹനങ്ങളും അവർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യത്തില് തീർച്ചയായിട്ടും അത് അക്കാര്യത്തിൽ ഞങ്ങൾ HMന്റെ നേതൃത്വത്തില് ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കുക. ഇപ്പൊ ചില കാര്യങ്ങളിൽ ഞങ്ങളുടെ മാനേജ്മെന്റ് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപകരെല്ലാം അവരുടെ കഴിവിന്റെ പരമാവധി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ ഈ കുട്ടികളുടെ ഹാട്രിക് കിരീട നേട്ടത്തെ കുറിച്ച് എന്താണ് മാഷക്ക് പറയാനുള്ളത്? എനിക്ക് ഏറ്റവും അഭിമാനകരമായൊരു നിമിഷമാണിത്. കാരണം എന്റെ സഹപ്രവർത്തകരെ ഞാൻ ഏൽപ്പിച്ച ജോലി അവരെല്ലാം ആത്മാർത്ഥമായി കൃത്യമായി ചെയ്തതിന്റെ ഒരു ഫലമാണ് കാണുന്നത്. അതുപോലെ കുട്ടികളുടെ ആ കഴിവ് മനസ്സിലാക്കി ഓരോ ഇനത്തിനും എന്റെ സഹപ്രവർത്തകരെ കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പൊ ഇത്ര ഐറ്റം വേണം, ഇത്ര ഇനം വേണം എന്ന് ഞാൻ പറയുന്നു. അവരെ ഓരോ ക്ലാസ്സിലും കയറി ഇറങ്ങി കുട്ടികളെ കണ്ട് മനസ്സിലാക്കി കുട്ടികളെ വിളിച്ച് അവരൊക്കെ തയ്യാറുണ്ടെന്ന് ചോദിച്ച്, ഇനി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവര് തന്നെ സഹായിച്ചിട്ടാണ് ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ കൊണ്ടുവരുന്നത്. കലോത്സവത്തിന്റെ കൺവീനർ ആയിരുന്നു സ്വപ്ന ടീച്ചർ. ഈ പിള്ളേരെയൊക്കെ തയ്യാറെടുപ്പിക്കുക എന്ന് മാത്രമല്ല, അവരൊക്കെ ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ എന്റെ കുട്ടികൾ, അതെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ കുട്ടികള് ഈ ഇനത്തിൽ സമ്മാനം നേടും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ആ പ്രതീക്ഷ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് കിട്ടുന്ന വിചാരിച്ച മിക്കവാറും ഐറ്റംസിനൊക്കെ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് മാറിപ്പോയിട്ടുള്ളൂ. എന്നാലും മിക്ക ഐറ്റംസിനും ഞങ്ങൾക്ക് A ഗ്രേഡ് കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കലോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനോജ് സാർ പ്ലാൻ ചെയ്യുന്നു, വിജു സാർ നിർദ്ദേശങ്ങൾ തരുന്നു, ഞങ്ങളുടെ അധ്യാപകരും കുട്ടികളും കൂടെ അത് പ്രാവർത്തികമാക്കും. 274 പോയിന്റ് നേടിയാണ്, അതായത് 20 പോയിന്റ് കൂടുതൽ നേടിയാണ് പരിയാപുരം സെന്റ് മേരീസ് ഹൈസ്കൂൾ
ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയത്. നിങ്ങൾ ഈ ഇതിനൊക്കെ തയ്യാറെടുപ്പിച്ച, ഇതിനൊക്കെ വേണ്ടി എഫേർട്ട് എടുത്ത് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പിന്നിലുള്ള അധ്യാപകരാണ്. ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ അതൊക്കെ ഒന്നാം സ്ഥാനം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും. കാരണം ഒരുപാട് ദിവസങ്ങള് ഇവിടെ രാത്രിന്നോ പകലൊന്നില്ലാതെ കുറെ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതാണ്. അത് സാർമാരൊക്കെ കൂടെ നിന്നതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾ കറക്റ്റ് ആയിട്ട് അതിന് ഫിറ്റ് ആണ് എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോ തന്നെ. കുട്ടികൾക്ക് സ്വപ്നം കാണണം, വലിയ സ്വപ്നം കാണുക എന്ന് ടെലിഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വപ്നം കാണണം, അതനുസരിച്ച് സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കണമെന്നാണ് പറയുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമ നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട നടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തോടൊപ്പം ഞാൻ സഞ്ചരിച്ചു, ഞാൻ പരിശ്രമിച്ചു എന്ന്. അപ്പൊ ഇതുപോലെ ഇപ്പോൾ നാടകത്തിലാണ് ഏറ്റവും മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു, ഏറ്റവും മികച്ച അഭിനേത്രി. ഇനി തുടർന്നുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? നാടകം ഇനി ജില്ലയ്ക്ക് പോകണം, പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാലും ഒരു വലിയ സ്വപ്നം ഉണ്ടാവുമല്ലോ, ഒരു കലാരംഗത്ത് നല്ലൊരു മികച്ചൊരു അഭിനേത്രി ആവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യവും പരിശ്രമത്തിന് വിജയമല്ലേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ട്. അപ്പൊ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇപ്പോഴേ തന്നെ കലാരംഗത്ത്, നാടകത്തിലൂടെ, അതുപോലെ ടെലിഫിലിം, ഇതിലൊക്കെ. അപ്പൊ ഇതിനൊക്കെ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നല്ല പിന്തുണയുണ്ടല്ലേ? നല്ല പിന്തുണയുണ്ട്. മനോജ് സാർ, ഞാന് നാടകത്തിനൊന്നും കൂടുതലെത്തിട്ടായിരുന്നു, പക്ഷെ മനോജ് സാർ പിടിച്ചു വലിച്ചിട്ട് ചേർത്തതല്ലേ. കൂടി ചേർത്ത് പറയാം, ഞങ്ങളുടെ യു പി സ്കൂള് പരിയാപുരം ഫാത്തിമ യു പി സ്കൂള് യു പി വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കുകയാണ്. അതുപോലെ അതിന്റെ കൂടെ നമ്മുടെ അറബി LP വിഭാഗം അറബിക് കലോത്സവത്തിലും ഓവറോൾ ചാമ്പ്യന്മാരാണ്. യു പി വിഭാഗം സംസ്കൃതോത്സവത്തിലും ഫാത്തിമ യു പി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരാണ്. നാടകത്തില് അഭിനയിച്ച് ഇതാ വലിയ ഒരു അംഗീകാരം, സമ്മാനവും പിടിച്ചു നിൽക്കുകയാണ് ശ്രീഹരി. എങ്ങനെയുണ്ടായിരുന്നു അഭിനയിച്ചപ്പോൾ? ഇതൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായും. അത്രയും നന്നായിട്ട് ഞങ്ങൾ ഇതില് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ മനോജ് സാർ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുടെ ഒപ്പം മനോജ് സാർ നിന്നിട്ടുണ്ട്. രാത്രിയിലും മകലായി നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ കിട്ടിയത്. അപ്പോൾ പരിയാപുരം ഹൈസ്കൂള് ഹാട്രിക് കിരീടം നേടി, അതിന്റെ സന്തോഷമാണ് അധ്യാപകരും മറ്റുള്ളവരൊക്കെ പങ്കുവെക്കുന്നത്, കുട്ടികളൊക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോ കണ്ടില്ലേ, വിന്നേഴ്സ് ട്രോഫിയുമായാണ് അവര് നമ്മളെ കാണാൻ കാത്തു നിന്നത്, നമ്മള് അവരെ കാണാൻ വന്നത്. ഏതായാലും ട്രോഫി കയ്യിലെടുത്ത് നിൽക്കുന്ന മിടുക്കി, എന്ത് പേര്? അൽഫിയ. സമ്മാനം ഏത് ഇനത്തിലാണ് സമ്മാനം കിട്ടിയത്? ഇംഗ്ലീഷ് പദ്യം ഒന്നാം സമ്മാനം കിട്ടി. എന്നാ പിന്നെ എല്ലാവർക്കും വേണ്ടി, ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും വേണ്ടി ഒരു 2 വരി ആ പദ്യം ഒന്ന് ചൊല്ലി. It was down that earth he brought me, still in the trunk of his car. I won't say it felt right, but it felt expected. The way you know your blood can spring like a hydrant. That September, the horseflies were murder in the valley. I would come home to visit the family, getting a couple of weeks of free food, hooked up with the guy I would known when I was a kid. And things went bad. When he cut me, I remember looking down, my blood surprising as paper snakes slipping from a tin. He danced me around his basement apartment, dumped me on the Chester field, sat down beside me and let us smoke. Thank you. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക, അവിടെ മാത്രമല്ലല്ലോ. ഏതായാലും പരിയാപുരം ഹൈസ്കൂളിന്റെ ഈ നേട്ടം അപൂർവമായ നേട്ടമെന്ന് തന്നെ പറയേണ്ടി വരും. ഹാട്രിക് കിരീടം ചൂടിയിരിക്കുന്നു. പല ഇനങ്ങളിലും, വ്യക്തിഗത ഇനങ്ങളിൽ മാത്രമല്ല ഗ്രൂപ്പ് ഇനങ്ങളിലും അവര് എല്ലാത്തിനും ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നു. നല്ല മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ പല സ്കൂളുകളിലും പ്രതിഭകൾ ഒരുപാട് പേരോട് ഏറ്റുമുട്ടി മാറ്റുരച്ചാണ് അവര് ഒന്നാം സ്ഥാനം നേടി ഹാട്രിക് കിരീടം ചൂടിയിരിക്കുന്നത്. ഇനി ജില്ലാ തലത്തിൽ പോകുന്നു, അവിടുന്ന് സംസ്ഥാന തലത്തിൽ പോകാനുള്ള കഴിവുള്ള പ്രതിഭകളുണ്ട്. അവരെ ചേർത്ത് പിടിച്ച് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് വേണ്ട ശിക്ഷണം കൊടുക്കാൻ, അതുപോലെ പരിശീലനം കൊടുക്കാൻ കഴിയുന്ന, അവരെ സ്വന്തം മക്കളെ പോലെ കാണുന്ന അധ്യാപകര്, മനോജ് മാഷ്, HM, അതുകൂടാതെ അവരെയൊക്കെ നിയന്ത്രിക്കുന്ന സ്വപ്ന ടീച്ചർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോ ഇവരുടെയൊക്കെ ശിക്ഷണത്തില് PTA ഉണ്ട്. എല്ലാവരുടെയും ശിക്ഷണത്തില് അവരുടെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ അറിയപ്പെടുന്ന പ്രതിഭകളായി ഈ കലാകിരീടം, ഇനിയും വലിയ കലാകിരീടങ്ങൾ ഈ പരിയാപുരം സ്കൂളിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ എല്ലാവരോടും
കൊണ്ടുവരണം. അതിനായിരിക്കണം നിങ്ങളുടെ ശ്രമങ്ങൾ. നിങ്ങൾക്ക് കുട്ടികൾക്ക് അതുപോലെ ഏത് ഉയരങ്ങളിൽ എത്തുന്നതിന് നിങ്ങളോടൊപ്പം ചേർത്ത് പിടിക്കാൻ നിങ്ങൾക്ക് അധ്യാപകരുണ്ട്, PTA ഉണ്ട്, നിങ്ങളുടെ രക്ഷിതാക്കളും ഉണ്ട്. അപ്പോൾ രാത്രിയിലും പകലുമായി നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങളെ ഉയരങ്ങളിലെത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ഈ അധ്യാപകർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം. അതനുസരിച്ച് തന്നെ സ്വപ്നം കാണുക, സ്വപ്നങ്ങളോടൊപ്പം സഞ്ചരിക്കുക, ഉയരങ്ങളിലെത്താൻ പരിശ്രമിക്കുക. അതുവരെ എത്തുന്നതുവരെ സ്വപ്നം കാണാൻ നിർത്തരുത്. സ്വപ്നം സഫലമാകാനുള്ളതാണ്, പക്ഷെ നമ്മൾ പരിശ്രമിക്കുക കൂടി വേണം. അതെല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ഷാഹിദ് സക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാർ, ചാനട്ടൻ, പെരിന്തൽമണ്ണ. ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ BKCC ഹെർട്ട് ഹോസ്പിറ്റൽ, മാനത്തുമംഗലം, ഊട്ടി റോഡ്, പെരിന്തൽമണ്ണ.